പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വീണ്ടും നമ്മളായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ഞാൻ ഇന്നലെ രാത്രിയുടെ ഭയങ്കരമായ തലവേദനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സഹിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2 മരുന്നൊക്കെ കഴിച്ചു, എങ്കിലും എൻ്റെ ആ ഒരു തലവേദന വിട്ടു മാറിയിട്ടില്ല. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ആയിരിക്കുമ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പറയാനാണ്, ദൈവവചനം നമുക്ക് അല്ലെങ്കിൽ ദൈവവചനമായിട്ട് നിന്ന് ദൈവം സംസാരിപ്പാൻ തക്കവണ്ണം ശത്രു ഇടുന്ന സകല പോരുകളും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5 ദിവസം ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊക്കെയും പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നമ്മൾ അടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസത്തെയും നമ്മുടെ പ്രാർത്ഥനയും വിഘ്നം വരുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഞാൻ ഉപവസിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് തലവേദന വരുന്നു? ശത്രു ഹല്ലേലൂയ പലപ്പോഴും ചിന്തകൾ കൊണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് മാത്രം ഇങ്ങനെ ഉണ്ടാകുന്നത്? ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന് പോയി എനിക്ക് മാത്രം എന്താ കർത്താവ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ശത്രു ജയിപ്പാൻ കൊണ്ടും പദ്ധതി ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനോട് ഞാൻ ചിന്തിപ്പിച്ച എന്നിങ്ങനെ ആരാധിച്ചു ചിന്തിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് യേശു ഹല്ലേലൂയ ഹല്ലേലൂയ അക്കരയിലേക്ക് യാത്ര ചെയ്യുകയാണ് പടകിൽ. ഹല്ലേലൂയ. കാറ്റും കോളും വന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനെ അഴിച്ചു കൊണ്ടുവരാൻ തക്കൊണ്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ ദേശത്തിന് വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുക്രിസ്തുവിനെ അക്കരെ എത്തിക്കാതിരിപ്പാൻ തക്കവണ്ണം സകല തന്ത്രങ്ങളും അവന്റെ ബലവും മുഴുബലവും അവിടെ ഉപയോഗിക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ വേറെ സാഹചര്യത്തിൽ ശത്രു പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഹല്ലേലൂയ പരിജ്ഞാനമില്ലാത്തവരെ പോലെ ബുദ്ധിഹീനരെ പോലെ ആയിരിക്കാൻ തക്കവണ്ണമല്ല ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പരിജ്ഞാനമുള്ളവരായി ദൈവത്തിന് നിൽപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന നമുക്ക് നഷ്ടമാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ സമാധാനം നഷ്ടമാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടമായി പോകണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് ഹല്ലേലൂയ ചലനങ്ങൾ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ മുഴുവലത്തോടും നമ്മളോട് പോരാടിയാലും ഇന്ന് പകൽക്കാലം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവർ, കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ വചനത്താലും നിയമപ്രകാരം നിയമിക്കപ്പെട്ട നമ്മൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, പിശാചേ നിനക്ക് എൻ്റെ മേൽ ജയം കൊള്ളുവാൻ കഴിയുകയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കപ്പെട്ടവനും ഞാൻ യേശുവിനോട് തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. എന്റെ മേലൊരു അധികാരിയുണ്ട്, എനിക്കൊരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിളിച്ചു പറഞ്ഞ് ഓരോ ദിവസവും ഓരോ മണ്ഡലങ്ങളെ ജയിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ക്രിസ്തീയ യാത്രയിൽ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. പോരാട്ടക്കളത്തിലാണ് ഒരു ഭക്തൻ എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം പോലും അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെയും അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന്റെ നിമിഷം വരെയും അവൻ പോരാട്ടക്കളത്തിലാണ്, യുദ്ധ പോർക്കളത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ട് അടുത്ത് വസിക്കുവാനാണ് ദൈവം നമ്മളെ ഓരോ ദിവസവും വചനത്താൽ ബന്ധപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ എന്തുവാ ദൈവത്തിന്റെ പ്രധാന ഉദ്ദേശം? കർത്താവുമായിട്ട് അടുത്ത് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറച്ച് ഒതുക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും മറച്ച് ഒതുക്കി ഹല്ലേലൂയ നിത്യരാജ്യത്തിലേക്ക് അവകാശിയാക്കുവാൻ തക്കവണ്ണം കർത്താവ് ബന്ധപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ. ശത്രു മുഴു ബലത്തോടും അവന്റെ മുഴു ശക്തിയോടും നമ്മുടെ ജീവിതത്തിൽ പോരാടി എങ്ങനെങ്കിലും ഹല്ലേലൂയ ആ തണലിൽ നിന്നും ആ സർവശക്തന്റെ നിഴലിൽ നിന്നും സർവശക്തന്റെ ആശ്വാസത്തിൽ നിന്നും എങ്ങനെ പുഷ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുപോകുമോ അവന്റെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജ്ഞാനമുള്ളവരായി നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ, നമ്മളെ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണം ഹല്ലേലൂയ സ്വർഗമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്നത് പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ സകല അനുഗ്രഹങ്ങൾ തടസ്സമേൽക്കുന്ന ഒരുവനാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ അനുഗ്രഹിക്കരുത്, അവനത് കൊടുക്കരുത്, അവനത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ നിൽക്കുന്ന ഒരു അന്ധകാര പിശാചുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവന്റെ ബലത്തെ തകർക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ട് ഹല്ലേലൂയ അവനെ ചവിട്ടിക്കളയുവാൻ, ഹല്ലേലൂയ അവന്റെ ചിന്തകളെ ചവിട്ടിക്കളയുവാൻ ഇന്ന് പകൽക്കാലം ഒരു ഭക്തൻ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചവിട്ടിക്കളയുവാൻ ഒരു അധികാരമുള്ളത് ഒരു ബോധം ഇന്ന് പകൽക്കാലം നമുക്കുണ്ടെങ്കിലോ, നമ്മുടെ കാൽക്കീഴിലാണ് നമ്മുടെ ജീവിതത്തിലെ സകല വിഷയങ്ങൾ നമ്മുടെ കാൽക്കീഴിലാണെന്ന് പറയുവാൻ നമ്മുടെ ആത്മവിശ്വാസത്തിൽ അധികാരം നമ്മുടെ മൺകൂടാരത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു പുതിയ ജീവിതവും പുതിയ ഉണർവും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ എൻ്റെ നിരാശ എന്നെ മൂടി ഞാൻ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പിശാച് അവിടെ ജയമെടുക്കും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അതെ ഞാൻ പിശാചിന്റെ തലയെ ചവിട്ടും. പ്രൈസ് ദി ലോർഡ്. എന്നെ അവൻ വാഴുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മേൽ അതിഭാരമുള്ള ഒരുവനുണ്ട്, എൻ്റെ മേൽ പകർന്നൊരു ശക്തിയുണ്ട്, എൻ്റെ മേൽ പകർന്നൊരു വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്കത് ഏറ്റെടുത്ത് ഒന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ആമീൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിരുന്നപ്പോൾ ഞാനൊരു വചനം പ്രിപ്പയർ ഒക്കെ ചെയ്തു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല തലവേദനയൊക്കെ ഭാരപ്പെട്ടെങ്കിൽ ഞാൻ രാവിലെ വന്നിട്ട് ഈ എഴുതിയും കുറിച്ച് വെച്ച വാചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കും. എനിക്കറിയത്തില്ല എന്തൊക്കെ എഴുതി വെച്ചായിരുന്നു.
ഹല്ലേലൂയ. ഇന്ന് പ്രസംഗിക്കാനും പറ്റത്തില്ല. ആകെ എനിക്കങ്ങ് ഒരു വല്ലാത്തൊരിതായി. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് സങ്കീർത്തനം അല്ല, ഇന്ന് രാവിലെ ദൈവദാസൻ പാടിയ പാട്ടിനോട് ചേർന്നുള്ള ദൈവവചനത്തിൻ്റെ ആത്മാവിനെ നടത്തി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം നടത്തുന്ന വഴികൾ, ചില കാര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി വെച്ചാലും അത് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെ മറച്ചുകൊണ്ട് ചില ദൈവം പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഇങ്ങനെയൊക്കെ പദ്ധതി ഇടുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരുക്കുന്നുണ്ട്, ഹല്ലേലൂയ, എന്നാൽ ദൈവം അതൊന്നും സാധ്യമാക്കിയില്ല. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ഒരു ഭക്തന് ചലിക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. യേശുവിന്റെ നാമം വിളിക്കപ്പെട്ടവന്, കർത്താവ് യേശുവിനെ വിശ്വസിക്കുന്നവന്, കർത്താവ് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ആരാധിക്കുമെന്ന് അവന് സ്വന്തം വഴിയിൽ പോകുവാൻ പറ്റുകയില്ല. അവനെ ചൂണ്ടലിട്ട് പിടിച്ച് ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എത്ര ബുദ്ധി കൊണ്ട് പണിതാലും പ്രൈസ് ദി ലോർഡ്, എത്ര പദ്ധതി തട്ടിക്കൂട്ടിയാലും ശരി, ഹല്ലേലൂയ, ആത്മാവ് വിളിച്ചു പറയട്ടെ. ഇന്ന് പൽക്കാലം എന്ന് അറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എന്നോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പല പദ്ധതികളും ഞാനും നിങ്ങൾ ദിവസങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതൊന്നും സാധ്യമാകില്ല. യഹോവയുടെ കരം മാത്രം അനുകൂലമായിരുന്നുകൊണ്ട്, യഹോവയുടെ ഇഷ്ടം ചെയ്യുവാൻ ഹല്ലേലൂയ നിയമം ചെയ്തവരായി ഞാനും നിങ്ങളും, എന്റെയും നിങ്ങളുടെയും ഇഷ്ടമല്ല ഇന്ന് പൽക്കാലം വിശ്വസ്തനായി നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ നിയമം നമ്മളോട് ചെയ്തു മുന്നോട്ട് നടത്താൻ തക്കണം. ആത്മാവ് നമ്മളോട് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് ദൈവസ്ഥനിൽ ചിന്തിപ്പാൻ തക്കവണ്ണം. ഇന്ന് കേട്ട നല്ല അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് വേണ്ടി അധികം ഫലം പുറപ്പെടുവിക്കുവാൻ ആ കുടുംബത്തെ ദൈവം മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഫിലിപ്പിയൻസ് 2 അധ്യായം അതിന് 5 വാക്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അതിനെ ചേർന്നൊരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 33 വാക്യം. ജോൺ ചാപ്റ്റർ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഈ 2 വാക്യങ്ങളോട് ചേർന്നാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നേരത്തെ തന്നെ സഭായം പിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരും കുറവാണ്, എല്ലാവർക്കും നേരത്തെ പോവുകയും ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് എന്ത് പറഞ്ഞുവോ അതുവരെ പറഞ്ഞ് ഞാൻ നിർത്താൻ തക്കണം ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ക്രിസ്തുവിൻ്റെ പൗലോസ് പറയുന്നു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാനായ സുവിശേഷത്തിനകത്ത് കർത്താവായ യേശു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യേശു പറയുകയാണ്, ഞാൻ ജയിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതിനോട് ചേർത്ത് ഞാൻ എന്നെ ചിന്തിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ചിന്ത വന്ന ചിന്തനങ്ങളും കാര്യങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭക്തന് ജീവിതത്തിൽ ഹല്ലേലൂയ പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അതിനോട് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 12 വാക്യം. റെവലേഷൻ 3:12. ജയിക്കുന്നവനെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3 വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്ന് ഹല്ലേലൂയ ഫിലിപ്പിയൻസിൽ നിന്ന് വായിച്ചു, യോഹന്നാന്റെ സുവിശേഷം, വെളിപ്പാട്. ഈ 3-നകത്തും ഹല്ലേലൂയ, 1-നകത്ത് പറയുന്നു ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം. 2 പറയുന്നു, 2-ാമത് പറയുന്നു ഹല്ലേലൂയ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 3-ാമത്തെ പറയുന്നു ഹല്ലേലൂയ ജയിച്ചവന് ഹല്ലേലൂയ ഞാൻ ദൈവത്തിന്റെ ആൾ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിത യാത്ര ചെയ്യുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജയിക്കണമെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒളിമ്പിക്സ് കാണുമ്പോൾ അറിയാം ഹല്ലേലൂയ ഒളിമ്പിക്സിന് വേണ്ടി കഷ്ടപ്പെടുന്നതായിരിക്കുന്ന അവരുടെ ആ ജനത്തിന്റെ കഷ്ടപ്പാട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ഈസി ആയിട്ട് ഒരു ദിവസം വന്നിട്ട് ചാടി കയറി ഹല്ലേലൂയ ഒളിമ്പിക്സിന് വന്നവരൊന്നും അല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ചൈനയിൽ തന്നെ എന്താ 2 ബില്യൺ ആൾക്കാരുടെ ഇടയ്ക്ക് 1, 2, 3 പേരാണ് സെലക്ട് ചെയ്ത് ഓരോ ടീമിലേക്കും കടന്നു വരുന്നത്.
ഓരോ പ്രോഗ്രാമിലേക്കും കടന്നു വരും. അവരെത്രമാത്രം ഹാർഡ് വർക്ക്, എത്ര നാൾ നീണ്ടു നിന്ന പ്രവർത്തനമാണെന്ന് അറിയാമോ? എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ എനിക്ക് ചിന്തിക്കേണ്ടതില്ല ഹല്ലേലൂയ ലോകത്തിൻ്റെ ജയമല്ല. എനിക്ക് ചിന്തിക്കേണ്ട വിഷയം നമ്മൾ ക്രിസ്തുവിലുള്ള ജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളില്ല എങ്കിൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നമ്മൾ ജീവിക്കാതെ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭക്തനെ വിളിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ വാഴുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ഒരു തൂണായി നിർത്തുവാൻ ചില അധികാരങ്ങളും ചില നേരത്തിലൊക്കെ തരുവാൻ തക്കവണ്ണം ദൈവം പദ്ധതി ഇടുമ്പോൾ അതിന് മധ്യേ ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭക്തനെ ജീവിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ, ജയജാളിയായി ജീവിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമൻസ് 13:14 വാക്യത്തിൽ പറയുന്നു ഹല്ലേലൂയ ക്രിസ്തുവിനെ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധരിച്ച് ഹല്ലേലൂയ ആദ്യം ക്രിസ്തുവിനെ ധരിക്കണം നമ്മൾ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. എന്തുവാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത്? എന്തുവാ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ഭാവം എന്തുവാണ്? ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. എൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് നല്ലോണം അറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെക്കുറിച്ച് അറിയാം. നമ്മുടെ ഭാര്യമാരോടോ മക്കളോട് ചോദിച്ചാൽ മതി എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതിൻ്റെ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ ആറ്റിറ്റ്യൂഡ്, ദൈവവുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിന് മാറ്റങ്ങൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ആ പ്രാകൃത സ്വഭാവത്തെ ഉഴിഞ്ഞു കളഞ്ഞ് ഇന്ന് പകൽക്കാലം പ്രാകൃത ജഡ സ്വഭാവത്തിൻ്റെ ഉടുപ്പിനെ ഉരിഞ്ഞു കളയുവാൻ ഇന്ന് പകൽക്കാലം ഒന്നും പറയണ്ട ഏതൊക്കെ ഉടുപ്പാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇട്ടിരിക്കുന്നതെന്ന്, ഏതൊക്കെ സ്വഭാവങ്ങളാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ധരിച്ചിരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അതാദ്യം നീ ഉരിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെന്ന് ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനെ ധരിപ്പാണ്ടക്കവണ്ണം ഒരു മനസ്സിന് ഉടമയായി തീരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് മുൻപോട്ട് യാത്ര സുഗമമായി തീരും. പ്രൈസ് ദി ലോർഡ്. എവിടെ ഹല്ലേലൂയ ലോകത്തിന്റെ ഉടുപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നുവോ, എവിടെ നമ്മൾ ലോകത്തിന്റെയും ജഡത്തിന്റെയും വസ്ത്രം ധരിച്ചിരിക്കുന്നുവോ അവിടെ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൗൽ ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ ശൗലിനോട് പറയുന്നുണ്ട് ഹല്ലേലൂയ ഈ പടക്കോപ്പ് ഈ പരിപാടിയും എനിക്ക് ചേരത്തില്ല. ഇന്ന് പകൽക്കാലം എനിക്ക് ചേരുന്ന ഒരു ഉടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയട്ടെ, നിങ്ങൾക്കും എനിക്കും സ്വർഗം ഒരു ഉടുപ്പ് തന്നിട്ടുണ്ട്. അത് ഉടുപ്പ് ധരിക്കാതെ ഇന്ന് പകൽക്കാലം ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ജയിച്ച് മുന്നോട്ട് പോകുവാൻ ഒരിക്കലും സാധ്യമാകുകയില്ല. ഇതിനപ്പുറത്തോട് നമുക്ക് ഹല്ലേലൂയ കടക്കുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ കല്യാണ വസ്ത്രം ധരിച്ച ഹല്ലേലൂയ ചിലരെ ഹല്ലേലൂയ ദൈവം കർത്താവ് ഒരു രാജാവ് കല്യാണ വസ്ത്രം ധരിപ്പിക്കുന്നതൊക്കെ നമുക്ക് അതൊക്കെ വ്യക്തമായി അറിയാം, വായിക്കുന്നില്ല ഒന്നും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്കൊരു വസ്ത്രം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്ററിനെ കൊണ്ട് ഉടുപ്പിക്കാൻ ഒക്കത്തില്ല, അത് ഭാര്യയെ കൊണ്ട് ഉടുപ്പിക്കാൻ ഒക്കത്തില്ല, ഭർത്താവിനെ കൊണ്ട് ഉടുപ്പിക്കാൻ ഒക്കത്തില്ല, കുഞ്ഞിനെ കൊണ്ട് ഉടുപ്പിക്കാൻ ഒക്കത്തില്ല. അത് നമ്മൾ തന്നെ ധരിക്കണം ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കല്യാണ വസ്ത്രം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞാട്ടിന്റെ വരവെങ്കിൽ കാണപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആ മണവാളിന്റെ മുമ്പാകെ ഒരു കുഞ്ഞാണ്ടും നിൽക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം കല്യാണ വസ്ത്രം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഈ കല്യാണ വസ്ത്രം ധരിക്കുമ്പോഴേ ഏതെങ്കിലും എടുത്ത് ധരിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് എന്ന വസ്ത്രമുണ്ട്, അതിടുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചിന്തിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തൊട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ആകും. പ്രൈസ് ദി ലോർഡ്. ഒരു ചലനത്തിന്റെ ദിവസങ്ങളായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ബോധിച്ച വസ്ത്രം ധരിക്കുവാനല്ല പ്രമാണം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഒരു സാഹചര്യം വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വസ്ത്രമെല്ലാം ഊരി വെച്ചിട്ട് ഈ പരിപാടി നിർത്താൻ വെക്കണം ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇൻക്ലൂഡഡ് മീ. ഞാനിവിടെ ചേർന്നാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഇതൊക്കെ മതി എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ എനിക്കും തന്നു കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തിനു നിൽക്കുന്നു ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ ഈ പറഞ്ഞ ദൂത് മൊത്തം എന്നോടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തോടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൂതാണ് ഞാൻ ഇന്ന് പകൽക്കാലം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് അടുത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സ് നുറുക്കം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിലേക്ക് അടുത്തു വരണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ബോധിച്ച പോലെ ദൈവാലയത്തിൽ കടന്നു വന്ന് ഇന്ന് പകൽക്കാലം നിർവിചാരികളെ പോലെ ഇരുന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ എന്തോ കേട്ടു എന്തോ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോകാനല്ലാതെ ഇന്ന് പകൽക്കാലം ഹൃദയത്തിനകത്ത് ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ആചരിച്ച് സന്തോഷം പ്രാപിച്ച് ആനന്ദം പ്രാപിപ്പാൻ ഇടയാകാതെ വണ്ണം ഹല്ലേലൂയ ശത്രു നമ്മളെ മൂടുപടമിട്ട് നമ്മളെ മറച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമീൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആരാധന വ്യക്തമായി തെളിഞ്ഞും വെളിപ്പെട്ടും വരാതിരിക്കുന്ന ഒരൊറ്റ കാരണം, പഴയ നിയമകാലത്തിട്ട പോലെ തിരശ്ശീല ഇന്ന് പകൽക്കാലം എൻ്റെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ഇന്ന് പകൽക്കാലം അതൊന്ന് കീറിക്കളയുവാൻ സ്വർഗം പ്രവർത്തിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഈ തിരശ്ശീല ഇങ്ങനെ വന്ന് കിടക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ കർത്തനം വന്ന് കിടക്കുകയാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ കാണുവാൻ കഴിയാതെ വേണം, എൻ്റെ കർത്താവിന്റെ മനോഹരത്തെ അനുഭവിക്കാൻ കഴിയാതെ വേണം. എൻ്റെ മുമ്പിരിക്കുന്ന ഈ അവസ്ഥയെ എനിക്ക് മാറ്റുവാൻ കഴിയുന്നില്ലപ്പോ. അത് സ്വർഗത്തിൽ നിന്ന് കീറി അതിൽ ഇന്ന് പകൽക്കാലം എനിക്ക് തേജസ് കാണുവാൻ അവിടുത്തെ ആത്മാവിൽ ആരാധിപ്പാൻ എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ശക്തി കടന്നു വന്ന് സ്വർഗത്തിലെ ബലത്താല് ആ തിരശ്ശീല കീറാത്തോളത്തോളം കാലം പ്രൈസ് നമ്മൾ കീറിക്കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും നമ്മൾ തുന്നിച്ചേർക്കും. പ്രൈസ് ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനം ഈ ദിവസങ്ങളിൽ മുന്നിലുള്ള മൂടുപടത്തെയും മുമ്പിൽ കിടക്കുന്ന തിരശ്ശീലയും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പുറകിൽ നിന്ന് എന്തൊക്കെയോ ആരാധിച്ചിട്ട് അത് എന്തൊക്കെയോ കണ്ടും കേട്ടുമായി ഹല്ലേലൂയ ഓരോ ദിവസവും കടന്നു പോകും. ആമീൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ ആനന്ദം നമുക്ക് ലഭിക്കാത്ത ഒറ്റ കാരണം ഇതാണ്. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന തിരശ്ശീലകളുണ്ട്, നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ചില മൂടുപടങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ചില വസ്ത്രങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം കുഞ്ഞാട് കടന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയുന്ന ഒറ്റ വിഷയം ഇതുകൊണ്ട് മാത്രമാണ്. നമുക്കിന്ന് പകൽക്കാലം ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ 4, 3, 7 പേരെന്ന ആൾക്കാർ പറയാം. പ്രൈസ് ഇതേ 7 പേര് വേണ്ട, ഒരുവൻ മതി ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ. ഈ ഞാനും നിങ്ങളും പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ കല്ലുകളും പുല്ലുകളും പ്രവർത്തിപ്പാൻ ശക്തമെന്ന് ഹല്ലേലൂയ ദൈവം വിളിച്ചു പറയുകയാണ്. എനിക്ക് നിന്റെ ആവശ്യം എന്നാൽ ഹല്ലേലൂയ എൻ്റെ സ്വാദൃശ്യത്തിലും സ്വരൂപത്തിലും ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ നശിപ്പിച്ചു കളയാൻ എനിക്ക് ആഗ്രഹമില്ല, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് ആഗ്രഹമില്ല. നിന്നോട് ചേർക്കുവാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്. വീണ്ടും ഒന്ന് പണിതെടുക്കുവാൻ, വീണ്ടും ഒന്ന് രൂപാന്തരപ്പെടുത്തി ദൈവശക്തി പകരുവാൻ, നിന്റെ മൺകുടത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഇന്ന് പകൽക്കാലം സ്വർഗം വീണ്ടും ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ആഗ്രഹം ഇന്ന് പകൽക്കാലം എപ്രകാരമുള്ളതാണ്? ആത്മാവിൽ സന്തോഷിക്കണോ? അതോ ഹല്ലേലൂയ വീണ്ടും ഈ തിരിശയുടെ മറവിൽ മറഞ്ഞു കിടന്നോ? ശൂന്യമായി പോകുവാൻ ജീവനതായി തീരുവാനാണോ ഇന്ന് പകൽക്കാലം നമ്മൾ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കാം. ആത്മാവെ സഹായിക്കണമേ. ദൈവശക്തിയാണ് നമ്മുടെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരാത്മീയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരാത്മീയ ചലനം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. എണ്ണ നഷ്ടപ്പെട്ടു എണ്ണ തീർന്നവന്റെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വീണ്ടും ഉണരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. അതേ മെസ്സേജ് കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ജസ്റ്റിൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു കോൺഫറൻസിന് പോയാൽ ഒരു 22 മെസ്സേജിൽ കുറഞ്ഞ് നമുക്ക് അവിടെ കേൾക്കാൻ നോക്കണം. ഹല്ലേലൂയ. ആമീൻ. അതേ മെസ്സേജ് കേൾക്കുന്നതിനകത്തല്ല, ഇന്ന് പകൽക്കാലം കേട്ട മെസ്സേജിനകത്ത് എന്ത് രൂപാന്തരം എനിക്കുണ്ടായി, എൻ്റെ ജീവിതത്തിൽ എന്ത് രൂപാന്തരം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണം പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പാല് ഹല്ലേലൂയ തൈര് ഉറയൊഴിക്കാൻ വേണ്ടി പാല് ചൂടാക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്റ്റൈൽ നോക്കുമ്പോൾ ഞാൻ വിരലിട്ട് നോക്കും അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, എന്നിട്ട് ഞാൻ തൈര് മിക്സ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നോക്കിയിരിക്കും, 2 ദിവസം, ഈ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ സംഗതി പോയി. ഹല്ലേലൂയ. അതിനകത്ത് എഫക്റ്റ് ചെയ്യേണ്ട ബാക്ടീരിയ പ്രോപ്പർ ടൈമിൽ എഫക്റ്റ് ചെയ്തില്ല എങ്കിൽ ആ ബാക്ടീരിയയിൽ ഹല്ലേലൂയ ആ തൈര് നമുക്ക് ഉപയോഗമില്ലാതായി പോകും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പലവട്ടം കേട്ടിട്ടും ആ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, ആ വചനപ്രകാരം രൂപാന്തരപ്പെടാൻ കഴിയാതെ വണ്ണം സ്വന്തം ബോധിച്ചതുപോലെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ഉപയോഗശൂന്യമാക്കി കളയുവാനേ സാധ്യമാകുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ ഉപയോഗശൂന്യമായി തീരുന്ന ഒരു വസ്തുവായി തീരുവാനുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ കയ്യിൽ ഒരു മാനപാത്രത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാൻ, കർത്താവിൻ്റെ കാര്യത്തിൽ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു മാനപാത്രമായി തീരുവാൻ, കർത്താവിന്റെ കാര്യത്തിൽ ഹല്ലേലൂയ മൂർച്ചയോടെ ആയുധമാക്കി തീർക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിച്ച ദിവസങ്ങൾ നമ്മളെ സഹായിക്കണം. അടുത്തു വരികയാണ്. രക്തം വചനം ചെയ്യാമെടുക്കുന്നു. ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ലോകത്തെ ജയിക്കണം. ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. എഫേസ്യർ 4:24 വായിച്ചാൽ എഫേസ്യൻസ് 4:424. എഫേസ്യൻസ് ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. ആമീൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ സങ്കീർത്തനത്തോടെ കേട്ടു. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ പരാജയങ്ങളെക്കുറിച്ച്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഹല്ലേലൂയ. സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട
പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അതോ ഒരു സൺഡേ വിശ്വാസിയായിട്ടാണോ നമ്മളായിരിക്കുന്നത്? ഹല്ലേലൂയ. ഇൻക്ലൂഡഡ് മീ, എന്നോടാണ് ചോദിക്കുന്നത്, ഒരു സൺഡേയിലെ വിശ്വാസിയുടെ അനുഭവമാണോ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കൊരു രൂപാന്തരം വരാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നതായിരിക്കുന്ന അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് ഹല്ലേലൂയ, ഈ മുമ്പേ തൈര് പറഞ്ഞ പോലെ നമുക്കൊന്ന് രൂപാന്തരപ്പെടുവാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കാര്യം എന്ന് പറഞ്ഞാൽ പല കണ്ടൻസും അതിനകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ കണ്ടൻസിനൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിനെ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ സത്യത്തിൻ്റെ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുഗ്രഹം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായ നമ്മൾ ധരിക്കേണ്ട കാര്യം ധരിക്കാതെ പലതും ധരിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ക്ലിയർ? അത്രയേ ഉള്ളൂ. എന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒറ്റ കാരണം ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ധരിക്കേണ്ടതാത്ത രീതി പലതും എന്നിലുണ്ട്. അത് എടുത്തു കളയുവാൻ ഞാൻ ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അതിനുവേണ്ടി ശ്രദ്ധയോടെ ദൈവസനിൽ പ്രാർത്ഥിക്കുകയും ദൈവസനിൽ ആഗ്രഹിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ, ശത്രു നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് പിന്തുടരുന്ന ശത്രുവാണ്. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിന്നെ സഹായിപ്പാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ ശക്തനാണ്. എൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവശബ്ദം ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും നമ്മൾ പലതിനെയും ഭയപ്പെട്ട് വീണ്ടും അതും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഉണരാം. ഈ ദിവസങ്ങൾ നമ്മുടെ ചെറിയ സഭയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ദേശത്ത് വലിയ ഉണർവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദേശത്തിൻ്റെ മേൽ കൽപ്പിക്കുവാൻ, ദേശത്തിൻ്റെ മേൽ അധികാരത്തോടെ വിരൽ ചൂണ്ടുവാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ നിയോഗമുള്ളവരായി തീരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ജനം പലപ്പോഴും ഭാരപ്പെട്ടപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? വടി. നീട്ടുക എന്ന് പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ വിശ്വാസം എന്ന വടി നമ്മുടെ കയ്യിൽ തന്നിട്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദിവസങ്ങൾ അതിൽ നീട്ടുവാനുള്ള ബലമില്ലാത്തവരായി തീരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ ദിവസങ്ങൾ നമുക്ക് സഭയായിട്ടൊന്ന് ഉണരാം, നമ്മൾക്ക് വ്യക്തിപരമായി ഉണരാം, നമ്മുടെ കുടുംബമായി ഉണരാം. കർത്താവേ, ഈ ദിവസങ്ങൾ എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ചില തൂണുകൾ എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം തൂണുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനുണ്ട്. എങ്കിൽ തന്നെ ഞാൻ നിർത്താൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കൂടാരം അടിച്ചാൽ അതിന് തൂണ് വേണം. പ്രൈസ്. ഒരു ടെൻ്റ് അടിച്ചാൽ അല്ലേ, അതിന് ഹല്ലേലൂയ പല സൈഡിലും അതിനകത്ത് ഒരാൾ കയറി പാർക്കണമെങ്കിൽ അതിന് ഒരു ഹല്ലേലൂയ ഒരു പില്ലർ വേണം. ഇന്ന് പകൽക്കാലം സഭയുടെ പില്ലറായി നിർത്തിയിരിക്കുന്ന ഞാനും നിങ്ങളും പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പില്ലറിന് ആറ്റം സംഭവിച്ചാൽ, പില്ലറിന് ക്ഷയം സംഭവിച്ചാൽ ആ കൂടാരം നിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരാധനയ്ക്ക് ക്ഷയം സംഭവിച്ചാൽ, വിശുദ്ധികൾ ക്ഷയം സംഭവിച്ചാൽ, വിശ്വാസത്തിൽ ക്ഷയം സംഭവിച്ചാൽ, വിശ്വസ്തയിൽ ക്ഷയം സംഭവിച്ചാൽ, സത്യത്തിന് ക്ഷയം സംഭവിച്ചാൽ ആ കൂടാരം തകരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിനോട് ഇപ്രകാരം പറയുന്നു, ചില ജീവിതങ്ങളിൽ പകൽക്കാലം കൂടാരത്തിന്റെ തൂണുകളെ ഉറപ്പിക്കേണ്ട പകൽക്കാലമാണ്. ഞാനും നിങ്ങൾ പകൽക്കാലം എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ തൂണ്, ആരാധനയുടെ തൂണ്, വിശുദ്ധിയുടെ തൂണ്, പ്രത്യാശയുടെ തൂണ് ഈ ദിവസങ്ങൾ ഉറപ്പിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിനെ ആട്ടിക്കളഞ്ഞ വിഷയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനെ നിർത്താതിരിപ്പാൻ, നിന്നെ അടുപ്പിച്ച് നിർത്താതിരിപ്പാന്നൊക്കെ വേണം. ഈ ആരാധന നിന്നിൽ നഷ്ടമാക്കി കളയുവാൻ, ഈ മൺകൂടാരത്തെ പൊളിച്ച് കളയുവാൻ. ഈ മൺകൂടാരത്തെ പൊളിച്ച് കളയാന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്നല്ല പറയുന്നത്, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ആരാധനയുടെ കൂടാരം അവൻ പൊളിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പില്ലർ വീണിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ പില്ലർ നിമിത്തം ഹല്ലേലൂയ ആ കൂടാരത്തിൻ്റെ ഒരു സൈഡ് ചായും. പ്രൈസ് ദി ലോർഡ്. അത് സ്വാഭാവികമാണ്. പിന്നെ പതുക്കെ അടുത്ത പില്ലറിന് ബലം കൂടും. അപ്പോൾ ആ പില്ലർ പോകും. ചുരുക്കി പറഞ്ഞാൽ അധികം താമസിക്കാതെ ഒന്നിനോടൊന്ന് തകർന്നു വീഴും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നതിൻ്റെ സഹോദരന്മാരെ വിചാരിക്കും, ഞാൻ ഹല്ലേലൂയ ഇന്ന വിഷയത്തിൽ അതിൽ പ്രശ്നമുള്ളത്, എനിക്ക് സാരമില്ല, ഞാൻ മറ്റേ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. ഈ കൂടാരത്തിന് ഹല്ലേലൂയ വെച്ചിരിക്കുന്ന തൂണുകൾ അതാത് സ്ഥാനത്ത് നിൽക്കുകയും അതാത് സ്ഥാനത്ത് അതിനെ ഉറപ്പിച്ച് നിർത്തേണ്ട ജോലി കൂടാരം അടിച്ചവൻ്റെ ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയമായി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ഈ കൂടാരത്തിന് ഹല്ലേലൂയ ചില തൂണുകളുണ്ട്. അതിന് നഷ്ടമായി പോകാതിരിക്കാൻ തക്കവണ്ണം ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് തൂണ് ദിവസങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. വിശുദ്ധിയുടെ നഷ്ടമായി പോയിട്ടുണ്ടോ? പ്രത്യാശയുടെ നഷ്ടമായി പോയിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. യാഗം കഴിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ 12 പേരുടെയും ഗോത്രത്തിൻ്റെ ഹല്ലേലൂയ ഇതനുസരിച്ച് 12 ഹല്ലേലൂയ തൂണുകൾ എടുത്തു വെച്ചു. അത് 11 വെച്ചത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. 10 വെച്ചത്, ഹല്ലേലൂയ, 12 എടുത്തു വെച്ചിട്ടാണ് അവിടെ ആരാധന തുടങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും ഒരു പ്രത്യേക ദൈവീയ വിളിയുണ്ട്. പകൽക്കാലം അവരുടെ തൂണുകളെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം ആരാധനയ്ക്ക് കടന്നു വരാൻ. പ്രൈസ് ദി ലോർഡ്. ആ തൂണിനെ യഥാസ്ഥാനപ്പെടുത്തി ആ യാഗപീഠത്തിലേക്ക് കർത്താവ് കയറി നിൽക്കണമെങ്കിൽ, ആ യാഗപീഠത്തെ കർത്താവ് കണ്ട് അനുഗ്രഹിക്കണമെങ്കിൽ, ആ യാഗപീഠത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ ആ കാലിലേക്ക് യഥാസ്ഥാനത്ത് നിൽക്കേണ്ട രീതിയിൽ നിന്നിരിക്കുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവണമെന്ന് ഞാൻ അറിയുന്നില്ല. ഇത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതൊക്കെ തൂണുകൾ ദിവസങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതൊക്കെ ഹല്ലേലൂയ എവിടെയൊക്കെ ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ വീണ്ടും ഹല്ലേലൂയ ഏതൊക്കെയോ കേട്ടിട്ട് ഹല്ലേലൂയ വെറുതെ ഇങ്ങനെ ആയിത്തീരുവാൻ തക്കൊണ്ടാണ് നമ്മൾ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് മകനെ മകളെ എന്ന് വിളിച്ചിട്ട് ഓരോ ദിവസം കർത്താവ് പറയുന്നത്, മകനെ ഇന്ന് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തെ വീണ്ടും ഉറപ്പിക്കാൻ തക്കവണ്ണം കർത്താവിന് അടുത്തെല്ലാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ തൂണിനെ ഉറപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ നഷ്ടമാക്കത്തില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ആരാധന ഞാൻ നഷ്ടമാകത്തില്ല. എൻ്റെ പ്രത്യാശ നഷ്ടമാകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ കൂടാരത്തിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ബലമുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദിവസങ്ങൾ അത് നമ്മളെ സഹായിക്കുമാറാട്ടെ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ ഈ സഭയിൽ നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ജോൺ 16:16-33, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ജയിച്ചത് തന്നെ 2 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ലാസ്റ്റ് വാക്യം അല്ലേ? ആമീൻ. ഹല്ലേലൂയ. അതാണ് നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ജയം 2 രീതിയിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ജയത്തിനെ കുറിച്ച് വെച്ചാൽ ഒരു പോരാട്ടമുണ്ട് അല്ലേ? യുദ്ധത്തിനൊക്കെ നമ്മൾ പോരാടി ജയിക്കുക, മറ്റത് മത്സരിച്ച് ഓടി ജയിക്കുക. അങ്ങനെ ഒരു ജയമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ 2 തരത്തിൽ ജയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു പോരാട്ടത്തിലൂടെ ജയമാണ് നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം പോരാട്ടത്തിൻ്റെ ജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥനയിൽ പോരാടണം അല്ലേ? എന്ത് പ്രാർത്ഥനയിൽ പോരാടുക? നമ്മൾ പല ദൈവദാസന്മാരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പോരാട്ടം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് അതുപോലെ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാൻ കഴിയുന്നെങ്കിൽ നമ്മൾ പരാജയപ്പെടേണ്ട കൂട്ടത്തിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ദിവസങ്ങൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു പരാജയപ്പെട്ടവനായി കാണുവാനല്ല, ജയിച്ചവനായി കാണുവാനാണ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ എപ്പോഴും നമുക്ക് 2 ചിന്തകൾ വരും. പോസിറ്റീവായിട്ടും ചിന്തിക്കാം, നമുക്ക് നെഗറ്റീവായിട്ടും ചിന്തിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എപ്പോഴും നമ്മുടെ ദൈവവചനം കേൾക്കുന്ന നമ്മൾ പോസിറ്റീവ് ചിന്തയിലൂടെ മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് ആത്മീയ അഭിവൃദ്ധി തന്നെ വന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൻ്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കണം. കർത്താവേ, ദൈവവചനം കേൾക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ അധികമായി ചിന്തിക്കുവാൻ, അതിനെ ധ്യാനിപ്പാൻ എനിക്ക് കൃപ തരണമേ. ആമീൻ. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ സ്ഥിരതയുള്ളാവത്തില്ല. നമ്മൾ അതിനെ ഹല്ലേലൂയ ഓരോ ദിവസം കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിനോട് ചേർന്ന് നിന്ന്, കർത്താവേ, ഞാൻ ഈ വചനവുമായിട്ട് എപ്രകാരമായി നിലനിന്ന് ഫലം കായ്ക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഈ വചനം എത്രമാത്രം എൻ്റെ ജീവിതത്തിലേക്ക് വളർച്ചയുണ്ട്, ഈ വചനത്തിൽ പ്രകാരം ഞാൻ എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും നമ്മൾ ഓരോ നിമിഷവും കേൾക്കുന്ന വചനങ്ങളെയും വായിക്കുന്ന വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കത്തപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കത്തുമ്പോഴാണ് ചില വിഷയങ്ങൾ അഴിഞ്ഞു മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ധ്യാനത്തിങ്കിൽ തീ കത്തുന്നില്ല എങ്കിൽ, നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഉള്ളം കത്തുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉള്ളം കത്തുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ജൽപ്പനം ചെയ്ത് നമ്മൾ നിൽക്കുന്നവരെ പോലെ ആയിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോരാടി പ്രാർത്ഥന നമ്മുടെ ഉള്ളം കത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ ഒരു പോരാട്ടത്തിൽ നിൽപ്പാൻ ഒരു അഭിഷേകമുള്ളവനാക്കണമേ കർത്താവേ. ആമീൻ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം വായിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ വചനം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്തുകൊണ്ടോ ഇതൊന്നും ലഭിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായി ഓരോ നിമിഷം സംസാരിച്ച് നമ്മളെ മുൻപോട്ട് നയിക്കണം. പ്രൈസ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ഹല്ലേലൂയ സത്യവചനങ്ങൾ വാസ്തവമായി ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിച്ച് അത് മുൻപോട്ട് പോയെങ്കിൽ നമുക്ക് ജയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വഴികൾ തുറന്നു വരും. പ്രൈസ്. ഹല്ലേലൂയ.
നമുക്ക് പോരാടി മുന്നേറുവാൻ വഴികൾ തുറന്നു വരും. പ്രൈസ് ഹല്ലേലൂയ. ചിന്തകളുമേൽ രണ്ട് മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിച്ച് പോരാടി മുന്നേറുവാൻ കഴിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ശത്രു അവിടെ പിടിച്ചിടും. ശത്രു നമ്മളെ ബന്ധിക്കാൻ നോക്കണം. അവൻ്റെ കയ്യിലെ ചാൻസ് ഇട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നതിൻ്റെ ജീവിതങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ പോരാടുന്നവരാകുവാൻ, പ്രാർത്ഥനയിൽ കത്തുന്നവരായി തീരുവാൻ, ആരാധിക്കുമ്പോൾ ആത്മീയ ഉള്ളം കത്തുന്നവരായി തീരുവാൻ, ഉള്ളം കർത്താവിനോട് പകരുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൊലോസ്യൻ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ 4:12 പറഞ്ഞു വായിച്ചാൽ അല്ലേ? കൊലോസ്യൻസ് 4:12. വന്ദനം ചെയ്യുന്നു. ആമീൻ. ഹല്ലേലൂയ. അതാണ് ഇപ്പോഴും മുമ്പേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പോരാടുന്ന ഒരു ദൈവദാസനെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുകയാണ്. ഈ വചനങ്ങളൊക്കെയും ഇങ്ങനെ രേഖപ്പെടുത്തിയ കാര്യം ഞാനും നിങ്ങളും ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാനാണ് ഇന്ന് പകൽക്കാല വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എപ്പഫോസിനെ കുറിച്ച് പറഞ്ഞ് കർത്താവിൻ്റെ ദാസൻ അവിടെ രേഖപ്പെടുത്തുന്നു. അവൻ പ്രാർത്ഥനയിൽ പോരാടുന്ന തീരുമാനിച്ചവനും ഉറക്കപ്പെട്ടവരുമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. ഹല്ലേലൂയ. എബ്രായർ 12:4. ഹല്ലേലൂയ. എബ്രായർ 12:4. Hebrews 12:4. ആമീൻ. ഹല്ലേലൂയ. അവിടെയും ഒരു പോരാട്ടമാണ്. പാപത്തോട് പോരാടുന്നതിൽ ഹല്ലേലൂയ പ്രാണത്യാഗത്തോളം എതിർത്തുന്നിട്ടില്ല. പ്രൈസ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ധരിക്കേണ്ടാത്ത കാര്യങ്ങളെ ധരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് കീറിക്കളയുവാൻ തക്കവണ്ണം ഒരു അഭിഷേകത്തിന് വേണ്ടി ദൈവത്തിൽ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ മുന്നേറി അതിനെയൊക്കെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ വീണ്ടും നമ്മളെ ശക്തീകരിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഹല്ലേലൂയ. അതിനാണ് പ്രാണത്യാഗത്തോളം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എൻ്റെ ബലഹീനതയല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് ബലഹീനത എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാനും നിങ്ങളും എക്സ്ക്യൂസ് പറയുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് പലക്കാലം ദൈവാത്മാവ് കേൾക്കുന്നതേ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയെ മാറ്റുവാനാണ് സ്വർഗം ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതയെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവ്, നമ്മുടെ ബലഹീനയ്ക്ക് ആശ്വാസം നമ്മളെ ജയിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു യേശു ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ യേശു ക്രിസ്തുവിന്റെ ബലം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ അതിനെ സഹായിക്കുമാറട്ടെ. ഹല്ലേലൂയ. യൂദായുടെ ലേഖനത്തിനകത്തൊന്ന് യൂദായുടെ ലേഖനം 3-ാം വാക്യം. ആമീൻ. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ പ്രബോധിപ്പിച്ച് എഴുതുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലായി ഭരമേച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അതെ പോരാടുവാൻ, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ഹല്ലേലൂയ ദൈവജനമേ ഇന്ന് പകൽക്കാലം അതാണ് പറയുന്നത്. നമുക്കൊരു പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കണം. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഹല്ലേലൂയ നഷ്ടമാക്കത്തില്ല. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. എൻ്റെ വരവെങ്കിൽ എന്നെ ഒന്നും ചിന്തിപ്പിക്കുകയും ഞാൻ ഏത് മെസ്സേജ് പറഞ്ഞാലും ഹല്ലേലൂയ ഏത് സങ്കീർത്തനം ധ്യാനിച്ചാലും ഞാൻ പറയാറ് വാക്യമുണ്ട്. ഓ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ വാക്യമാണ്. ഹല്ലേലൂയ. എൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ. ഹല്ലേലൂയ. ഞാൻ ദൈവമേ ആ വിഷയത്തിലായി പോകരുത്. എൻ്റെ ഭാരത്തോടെ ഞാൻ ദൈവമേ ഞാൻ ആ കൂട്ടത്തിലായി പോകരുത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയതിനെ പോലെ ആയിത്തീരാതിരിപ്പാൻ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. കർത്താവേ ഞാൻ അങ്ങനെ ആയിത്തീർന്നാൽ എൻ്റെ ജീവിതം എന്താണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേറെ ആളെക്കുറിച്ചും പറയാറില്ല. എൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു. കാര്യം പൗലോസോ അല്ലെങ്കിൽ ഹല്ലേലൂയ യോഹന്നാനോ ഒന്നുമല്ല പറഞ്ഞത്. പരിശുദ്ധനായ കർത്താവോ യേശുവിൻ്റെ വാമൊഴിയാൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തും. നിങ്ങളൊന്നും ഓർത്തത് പ്രാർത്ഥിക്കണം. കർത്താവേ എനിക്ക് വിശ്വാസത്തിൽ നിൽക്കുവാൻ എന്നെ ശക്തനാക്കണമേ. എൻ്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കുവാൻ, എൻ്റെ വിശ്വാസം കൊണ്ട് പോരാടി നിൽക്കുവാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കൊണ്ടക്കണം ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണമെങ്കിൽ ദൈവം നമ്മളോട് ചില അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭക്തനെ ഉറപ്പിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയാണ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ നിങ്ങളെ ദിവസങ്ങൾ അഭിഷേകം ചെയ്യും. പ്രൈസ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നിലൂടെ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. എന്നിലൂടെയും നിങ്ങളുടെയും ചിലരുടെ വിടുതലിലേക്ക് തക്കാവ് ദിവസങ്ങൾ നമ്മൾ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വ്യക്തി ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുവാൻ എന്നിലും നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു.
ആഗ്രഹിക്കുന്നുണ്ട്. അതേ, നമ്മുടെ ഒരുക്കത്തിന് വേണ്ടി, നമ്മുടെ ഹല്ലേലൂയ ശ്രമത്തിന് വേണ്ടി, ദൈവത്തിന് മുമ്പിലായിരിക്കുന്ന സമർപ്പണത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ജീവിതം മനസ്സ് തകർന്നവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, ബലഹീനരെ താങ്ങുന്ന ചില വാക്കുകൾ നമ്മുടെ വായി തരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അപ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ, ഞാൻ ഒരുക്കമുള്ളവനാണ്, എന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണമേ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ ബലമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദിവസങ്ങൾ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പോരാടി ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽപ്പന്തക്കൊണ്ട് ഇടയാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നമ്മൾ ഇത്രയും സമയം നമ്മൾ ദൈവവചനം ചിന്തിപ്പാനിടയായി തീർന്നു. ഞാൻ ഈ വചനത്തിലൂടെ നിർത്താൻ തക്കണം ആഗ്രഹിക്കുന്നു. ഞാൻ അനേക വിഷയങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം കേട്ട ഉറപ്പിക്കെന്നെ നാഥ ആ പാട്ട് തൊട്ട് ഹല്ലേലൂയ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞു നിർത്തിയ വചനം വരെയും എന്തെങ്കിലുമൊക്കെയും നമ്മളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ അരമണിക്കൂർ പ്രസംഗിച്ച അരമണിക്കൂറത്തെ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ കാണത്തില്ല. എങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. നമ്മുടെ ഉടുപ്പിനെ കുറിച്ച് ഹല്ലേലൂയ, നമ്മുടെ വസ്ത്രത്തെക്കുറിച്ച് ഹല്ലേലൂയ, വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് ഇതൊന്നും ഹല്ലേലൂയ മറന്നു പോകാതെ ജീവിതത്തിൽ കർത്താവേ എനിക്കിതിലേക്കൊന്ന് മുന്നേറുവാൻ, എനിക്കിതിലേക്കൊന്ന് കർത്താവെ കടന്നു വരുവാൻ, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്നെ മൂടിക്കളയുന്നതായിരിക്കുന്നതൊക്കെ ഒന്ന് വലിച്ചു കയറി കളയുവാൻ, എൻ്റെ മേൽ ഒരു പുതിയ അഭിഷേകം തന്ന് എന്നെ ഇന്ന് പകൽക്കാലം പുതിയ ശക്തനാക്കി തീർക്കുവാൻ തക്കവണ്ണം അടിനിത എന്ന് പറയുന്ന ഒരു ആത്മ നിലവാരത്തിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ സമർപ്പിക്കപ്പെട്ട ഈ ആലയം വിട്ട് കടന്നു പോകുമ്പോൾ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഓ യഹോവയ്ക്ക് വേണ്ടി നിയമം ചെയ്ത വ്രതന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഇന്ന് പകൽക്കാലം വീണ്ടും പുതുക്കപ്പെട്ടവരായി തീരുവാൻ, ഓ പുതിയ നിയമം ചെയ്തവരായി തീരുവാൻ, പുതിയ തീരുമാനമെടുത്തവരായി തീരുവാൻ, പുതിയ ചുവട് വെക്കുവാൻ തക്കവണ്ണം കർത്താവേ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ എനിക്കൊരു ഉറപ്പ് ആവശ്യമാണ്. ഓ എൻ്റെ കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശ്വാസത്തിന്റെ ശക്തിയോടെ ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില മൂടുപടങ്ങളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവിന്റെ മനോഹരത്വം കാണാതിരിപ്പാൻ തക്കവണ്ണം എന്നെ തടഞ്ഞു നിൽക്കുന്ന ചില ശക്തികൾ എൻ്റെ മുമ്പിൽ കിടപ്പുണ്ട് കർത്താവേ. അതിനെ കീറിക്കളഞ്ഞ് ഞാൻ മുന്നേറും കർത്താവേ. അതിനെ കീറിക്കളയുവാൻ ഒരു വലിയ അഭിഷേകം ഇന്ന് പകൽക്കാലം പകരപ്പെടുന്നത് പകൽക്കാലമായി തീരുവാൻ ആത്മാവിൽ ആരാധിക്കുന്ന ജീവിതമേ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകരപ്പെടും. പ്രൈസ് സ്വർഗത്തിന്റെ ശക്തി പകരപ്പെടും. പ്രൈസ് ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഇന്ന് പകൽക്കാലം ശൂന്യമായി പോകുവാനല്ല, ഒരു ജീവനില്ലാത്ത വസ്തുവിനെ പോലെ ആയി തീരുവാനല്ല, ഒരാൽപ്പം മണ്ഡലത്തിലേക്ക് കടന്നു നിൽക്കുവാൻ, ഒരു ചുവടൂടെ മുന്നോട്ട് വെക്കുവാൻ ഇന്ന് പകൽക്കാലം ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒരു പുതിയ ആത്മ മണ്ഡലത്തിലേക്ക് ചലിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഓ പോരുകളെയും വാഴ്ചകളെയും ദൈവസഭയോടും ദൈവജനത്തോടും നിൽക്കുന്ന പോരുകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഓ രക്തമോചനം ജയമെടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, അത് പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല എന്ന് പറഞ്ഞവൻ ഇന്ന് പലക്കാലം ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഇന്ന് പലക്കാലം ഞങ്ങളുടെ വിശ്വാസം ചെയ്തു ജയമുണ്ട് കർത്താവേ. യേശുക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. നാഥാ, ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയമണ്ഡലങ്ങളിൽ പൂർണ്ണമായി കർത്താവിനെ ഉൾക്കൊള്ളുകൊണ്ട്, കർത്താവിന്റെ മനോഹരത്വം അനുഭവിച്ചുകൊണ്ട്, കർത്താവുമായി കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ ആത്മാവ് വേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രക്തം വചനം ജയമെടുക്കുന്ന കർത്താവേ. ആമീൻ. ഹല്ലേലൂയ. സ്വർഗം നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നിരാശപ്പെടണ്ട, ഓ ഭാരപ്പെടണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ശബ്ദം ഇന്ന് പൽക്കാലം എൻ്റെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആമീൻ. ഹല്ലേലൂയ. പല വഴികൾ ശത്രു അടച്ചു വെച്ചിട്ടുണ്ട്. പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു തുറക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഏതൊക്കെ വഴിയായിരുന്നു പകൽക്കാലം എൻ്റെ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നത്, ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അത് തുറക്കുവാൻ പരിശുദ്ധൻ ശക്തനാണ്. അവന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ഹല്ലേലൂയ. ഓ ഇന്ന് പകൽക്കാലം ധരിക്കേണ്ടത് നീ ധരിച്ചു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഏഫോദ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഏഫോദ് ധരിച്ചുകൊണ്ട് നീ നിൽക്കുന്നുവെങ്കിൽ ഓ രക്തം വചനം ജയമെടുക്കുകയാണ്. ഓ ഇന്ന് പകൽക്കാലം ഓ ദൈവാത്മാവ് പല ചിന്തകളുടെ കടത്തി വിടുകയാണ്. ഏഫോദ് ധരിക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.